ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ഏറെ പരിശുദ്ധമായ പവിത്രമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പ്രധാനുഷ്ഠാനവും റമദാനിലെ ആരാധനാ കർമ്മങ്ങളുമെല്ലാം റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ ഉപകാരപ്പെടുന്നതായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പൊതുവിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, റമദാൻ കാലത്തും ചിലപ്പോഴൊക്കെ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ, തിന്മകൾ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പൊതുവിൽ റമദാനിനെ കുറിച്ച് പറയാറുള്ളത് സുഫിദത്തി ശയാത്വീൻ എന്നാണ്. പിശാചുക്കൾ ബന്ധിക്കപ്പെട്ട മാസം. പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നത് എന്ന ആളുകൾ ചിന്തിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഒരു മനുഷ്യനെ അയാളുടെ ഉള്ളിൽ തെറ്റിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളുണ്ട്. പിശാച് മാത്രമല്ല, ഒരു വേള ശൈത്താനേക്കാൾ, ഇബ്ലീസിനേക്കാൾ കൂടുതൽ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നത് അവൻ്റെ മനസ്സാണ്, ഇച്ഛയാണ്, ദേഹേച്ഛയാണ്, ഹവയാണ്. ഒരു ഹവക്ക് കീഴ്പ്പെടുന്ന ഒരാൾ, ദേഹേച്ഛയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വേള പിശാച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് തള്ളിക്കൊണ്ടുപോവുകയൊക്കെ ആയിരിക്കാം ചെയ്യുന്നത്. കൂടുതൽ തൻ്റെ ഇച്ഛകളാണ് അയാളെ തെറ്റിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ കാണുന്ന പലതും ആസ്വദിക്കണം, അനുഭവിക്കണം. പല തെറ്റായ ജീവിതങ്ങളിലും കണ്ടെത്തുന്ന ഒരു രസം, അത് ജീവിതത്തിൽ ശീലമാകുമ്പോൾ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെയാണ് പലപ്പോഴും കൂടുതലായി മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ദേഹേച്ഛയ്ക്ക് കടിഞ്ഞാണിടാൻ റമദാനിൽ സാധിക്കണല്ലോ എന്നത്. അള്ളാഹു മനുഷ്യന്റെ മനസ്സിനെ
പരിചയപ്പെടുത്തിയത് വനഫ്സിൻ വമാ സവ്വാഹ, മനസ്സ് തന്നെയാണ് സത്യം, അതിനെ സംവിധാനിച്ച രീതിയും. അല്ലാഹു പറയാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, മനസ്സിൽ തഖ്വയുമുണ്ട്, മനസ്സിൽ തിന്മയുമുണ്ട്. ഫുജൂറുണ്ട്, ദുഷ്ടതയുണ്ട്, തെറ്റുകളുണ്ട്. വതഖ്വാഹ, അതിൽ തഖ്വയുമുണ്ട്. അപ്പൊ മനസ്സ് തെറ്റ് ചെയ്യുമ്പോൾ സ്വന്തത്തെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കും. അത് മനസ്സിന്റെ തഖ്വയാണ്. പറ്റിപ്പോയല്ലോ എന്ന കുറ്റബോധം ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു നന്മ നമ്മുടെ മനസ്സിൽ ഇട്ടു എന്നുകൊണ്ടാണ്. എന്നാൽ തെറ്റിലേക്ക് നിരന്തരമായി മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകാനും മനുഷ്യന്റെ മനസ്സിന് കഴിയും. അത്തരം ചില ദുഷ്ടതകളും തെറ്റുകളും മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ആ അവസ്ഥയെ കീഴ്പ്പെടുത്തുക എന്നതാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് പറയുന്നത്. തെറ്റിലേക്ക് നയിക്കുന്ന, തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ ഇച്ഛകളെ, മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണല്ലോ എന്ന ഭയത്തോടെ, പടച്ചോനെ എനിക്കൊരു വിചാരണ വരാണ്ടല്ലോ, എന്റെ യുവത്വത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചും അള്ളാന്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയണല്ലോ, ഈ നിമിഷവും ഞാൻ ഒരു വിചാരണക്ക് വിധേയമാകുമല്ലോ എന്ന പേടിയോടെ ആരാണോ തന്റെ ദേഹേച്ഛക്ക് കടിഞ്ഞാണിട്ടത്, വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സിനെ ഇച്ഛയിൽ നിന്ന് ആരാണോ തടഞ്ഞു നിർത്തിയത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗം അയാളുടെ വാസസ്ഥലമാണ്, അയാൾക്കുള്ളതാണ് സ്വർഗം. അപ്പൊ പരലോക വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടലാണ്, ദേഹേച്ഛകളെ നിയന്ത്രിക്കലാണ്, സ്വന്തം മനസ്സിനോട് കാണിക്കുന്ന ധർമ്മസമരമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജിഹാദുണ്ട്. യുദ്ധം ഒരു ജിഹാദാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ അതിനേക്കാൾ വലിയ ജിഹാദ് എന്ന് പരിചയപ്പെടുത്തിയ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, മുജാഹദത്തുൻ നഫ്സ്, മനസ്സിനോടുള്ള ജിഹാദ് എന്ന് ധാരാളം പരാമർശങ്ങൾ പണ്ഡിതന്മാരുടെ കിതാബുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ധാരാളം ദർസുകൾ, ക്ലാസുകൾ, ലേഖനങ്ങൾ, ഗ്രന്ഥങ്ങൾ എന്തില്? മുജാഹദത്തുൻ നഫ്സ്, സ്വന്തത്തോട് നടത്തുന്ന ജിഹാദിൽ. സൂറത്ത് അങ്കബൂത്തിലെ 6-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. സ്വന്തത്തോട് നടത്തുന്ന ജിഹാദിനെ സംബന്ധിച്ച് അള്ളാഹു വിശദീകരിക്കണം. നമുക്ക് പ്രവാചകന്റെ ഹദീസ് എടുത്ത് പരിശോധിക്കും. ഇമാം മുഹമ്മദിന്റെ മുസ്നദിൽ വന്നിട്ടുള്ള ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി സഹീഹാണെന്ന് തഅലീഖ് കൊടുത്തിട്ടുള്ള ഹദീസ് ഇങ്ങനെ കാണാൻ സാധിക്കും. അൽ മുജാഹിദ്, യഥാർത്ഥത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ആരാണ്? മൻ ജാഹദ നഫ്സഹു ഫി തഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ സ്വന്തത്തോട് ജിഹാദ് നടത്തുന്നവനാണ് യഥാർത്ഥ ജിഹാദ്. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വലിയ ജിഹാദ് സ്വന്തത്തോടുള്ള ജിഹാദാണ്. വൽ മുഹാജിർ, ആരാണ് യഥാർത്ഥ മുഹാജിർ? ഹിജറ ഏതാ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജറയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മക്കയിൽ നിന്ന് അബിഷയിലേക്ക്, അബിസീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് പോയ ഒന്നാമത്തെ ഹിജറയെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. 180-ലധികം ആളുകൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മക്കയിൽ നിന്ന് ഹിജറ പോയി. ആ ഹിജറയുടെ ത്യാഗം എത്രയാണ്! കുറച്ചാളുകൾക്ക് യാത്ര ചെയ്യാൻ വാഹനമുള്ളത്, അല്ലേ? കാല് പൊട്ടി ചോരയൊലിച്ച സ്വഹാബത്തിന്റെ ദീർഘമായ ആയിരക്കണക്കിന്, നൂറുകണക്കിന് മൈലുകൾ താണ്ടിയുള്ള ഹിജറ എന്തൊരു ത്യാഗമാണ്! മക്കയിൽ വീട് മക്കയിലാണ്, വിശാലമായ ഈത്തപ്പനത്തോട്ടങ്ങൾ മക്കയിലാണ്, സമ്പത്ത് മക്കയിലാണ്, കൂടപ്പിറപ്പുകൾ മക്കയിലാണ്, വാപ്പയും ഉമ്മയും മക്കയിലാണ്, സ്വന്തം ചോരയിൽ പറന്ന മക്കൾ മക്കയിലാണ്. യസ്രിബിലേക്ക്, മദീനയിലേക്ക് പോകാണ്, അല്ലേ? മുഹാജിറുകളെ കുറിച്ച് എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്? ഹിജ്റ ഒരു വലിയ ത്യാഗമാണ്. പക്ഷേ പ്രവാചകൻ അൽ മുഹാജിർ, യഥാർത്ഥ മുഹാജിർ ആരാണെന്നറിയാമോ? പ്രവാചകൻ പറയാണ്, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, തെറ്റുകളിൽ നിന്ന് മാറി നിന്നവനാണ് യഥാർത്ഥ മുഹാജിർ. ആ മുഹാജിറിനോളം പ്രതിഫലമുണ്ടെന്നോ അതുപോലെയാണെന്നോ അല്ല, മറിച്ച് ഇതൊരു ഹിജറയാണ്.
തെറ്റുകളിൽ നിന്ന് സ്വന്തം ശരീരത്തെ സുരക്ഷിതമാക്കി നിർത്തുക എന്നത് ഒരു വലിയ ഹിജറയാണ്. തിന്മകൾക്ക് ഉള്ളിൽ നിന്നൊരു പ്രേരണയുണ്ടാകുമ്പോ അതിനോട് യുദ്ധം ചെയ്യുക എന്നത് അതൊരു വലിയ ജിഹാദാണ്. ഈ റമദാൻ അത്തരം ജിഹാദിന്റെ സന്ദർഭമാണ്. നോക്കൂ, വേറെ ഹദീസ് പ്രവാചകൻ പറയുന്നുണ്ട്, അഫ്ളലുൽ ജിഹാദ് മൻ ജാഹദ നഫ്സഹു ഫി ദാത്തില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണെന്ന് അറിയാമോ? സ്വന്തത്തോട് ചെയ്യുന്ന ജിഹാദാണ്. വേറെയും ഹദീസ് കാണാൻ സാധിക്കും, സഅല റജുലു അബ്ദുല്ലാഹ് ഇബ്നു അംർ അനിൽ ജിഹാദ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അൽ ഉബാദിലത്തുൽ അർബഅ എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ സ്വഹാബിമാരിലെ പണ്ഡിതന്മാരായ 4 അബ്ദുള്ളമാർ അല്ലെങ്കിൽ പണ്ഡിതന്മാരായ 5 അബ്ദുള്ളമാർ എന്നൊക്കെ ചരിത്രത്തിൽ പ്രസിദ്ധരായ ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ജിഹാദിനെ കുറിച്ച്. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി എന്തറിയോ? ഇബ്ദഅ ബിനഫ്സിക്, നീ നിന്റെ മനസ്സിൽ നിന്നിൽ നിന്ന് തുടങ്ങണം നിന്റെ ജിഹാദ്. ഫജാഹിദ്ഹാ, നിന്റെ മനസ്സിൽ നിന്നാണ് നീ ജിഹാദ് തുടങ്ങേണ്ടത്. നീ അതിനോട് ജിഹാദ് ചെയ്യണം. നിന്റെ മനസ്സിനോട് നീ ജിഹാദ് ചെയ്യണം. യുദ്ധം ചെയ്തു വന്ന ആളുകളോട് താബികളായ പണ്ഡിതന്മാർ പറയാറുണ്ട്, യുദ്ധം കഴിഞ്ഞു വന്ന ഗസ്വത്ത്, വലിയ യുദ്ധം കഴിഞ്ഞു വന്ന, ജീവൻ പണയപ്പെടുത്തി ആയുസ് സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് മരണത്തിൽ നിന്ന് തൽക്കാലം എങ്ങനെയോ രക്ഷപ്പെട്ട് രക്തസാക്ഷ്യത്തിൽ നിന്ന് ഒഴിവായി വന്ന ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വലിയ ജിഹാദ് വരാനിരിക്കുന്നു. അതേതാണ്? നിങ്ങളുടെ മനസ്സിനോട് കാണിക്കുന്ന ജിഹാദാണ്. പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ ദേഹേച്ഛക്ക് വിധേയനായാൽ, ഒരു മനുഷ്യൻ തന്റെ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അതയാളെ നശിപ്പിച്ചു കളയുമെന്നാണ്. ആവർത്തിച്ചു കേട്ട ഹദീസായിരിക്കും, സലാസും മുഹ്ലികാത്ത്, 3 എണ്ണം നിങ്ങളെ നശിപ്പിച്ചു കളയും. 3 കാര്യങ്ങൾ മനുഷ്യരെ നശിപ്പിച്ചു കളയും. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് ഹവൻ മുത്തബഅ, ഒരാൾ വിധേയമായി പോകുന്ന ദേഹേച്ഛയാണ്. ഇഷ്ടാനുസരണം ജീവിക്കുക, തോന്നിയതുപോലെ ജീവിക്കുക, ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുക, അടിച്ചു പൊളിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക, എവിടെയൊക്കെ എന്തൊക്കെ ആസ്വദിക്കാൻ കഴിയുമോ അതിന്റെ പിന്നാലെ പോവുക. ലഹരി പ്രശ്നമല്ല, സംഗീതം പ്രശ്നമല്ല, മറ്റു ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ പ്രശ്നമല്ല, സ്ത്രീ പുരുഷ ആ നിലക്കുള്ള മിംഗ്ലിംഗ്, യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാത്ത തരത്തിലുള്ള കൂടിച്ചേരലുകൾ. ഇന്നലെ ഞാനൊരു ഇഫ്താറിൽ പങ്കെടുത്തു. നമ്മുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഇഫ്താർ. അവിടെ ഒരു പുറത്തു വെച്ച് നടന്നൊരു ഇഫ്താറിൽ അവിടെ എത്തിയിട്ടുള്ള ഇഫ്താറിൽ പങ്കെടുക്കുന്ന വേറെ ഏതോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികളെ കണ്ടു. എന്താണ് അവിടെ നടക്കുന്നത്? നോമ്പുകാരായ ആളുകളാണോ? നോമ്പ് നോറ്റ് എന്താണ് ചെയ്യുന്നത്? ആണും പെണ്ണും ഇടകലർന്ന് യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ലാതെ, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകലം പാലിക്കാതെ, ഞാൻ പറയും എല്ലാം ഒരു രസമാണ് ഇവിടെ, എല്ലാം ആസ്വദിക്കുകയാണ് ഇവിടെ. മതത്തിന്റെ നിയമങ്ങൾക്ക് പുല്ലുവിലയാണ്, ധാർമ്മിക ബോധത്തിന് പുല്ലുവിലയാണ്. എല്ലാം മറന്ന് ആസ്വാദനത്തിന്റെ വഴി തേടി പോകുമ്പോ ഒരു മനുഷ്യൻ അത്തരം ദേഹേച്ഛകൾക്ക് വിധേയപ്പെട്ടാൽ, അതിന് കീഴൊതുങ്ങിക്കഴിഞ്ഞാൽ അവൻ നശിച്ചു എന്നാണ്. സലാസും മുഹ്ലികാത്ത്, അവനെ നശിപ്പിച്ചു കളയും. അവന്റെ ദുനിയാവ് നഷ്ടമാകും, അവന്റെ പരലോകം നഷ്ടമാകും, അവന്റെ ഖബർ നഷ്ടമാകും. ഞാൻ പറയുന്നു സഹോദരങ്ങളെ, പട്ടിണി കടന്ന് ദാഹം സഹിച്ച് നോമ്പിന്റെ പകലുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നിന്ന് ദീർഘമായി നമസ്കരിച്ച് നോമ്പിന്റെ രാവുകൾ ആരാധനാ നിരതമായ സമയങ്ങളാക്കി നമ്മൾ മാറ്റുമ്പോ സ്വന്തത്തോടുള്ള ജിഹാദ് പഠിക്കണമെന്നാണ്. സ്വന്തത്തോടുള്ള ജിഹാദ് പരിശീലിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ദീർഘമായ ഒരു ഹദീസ് മഹാനായ അബൂദാവൂദ് റഹിമഹുല്ലാഹയെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ലമ്മ ഖലഖല്ലാഹുൽ ജന്ന, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലാഹു സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു. സ്വർഗ്ഗം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, നീ സ്വർഗ്ഗം ഒന്ന് കാണ്, സ്വർഗ്ഗമൊന്ന് കാണ് നീ. ഫദഹബ ഫനദറ ഇലൈഹാ വഇലാ മാ അഅദ്ദല്ലാഹു ലിഅഹ്ലിഹാ ഫീഹാ. അദ്ദേഹം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിന്റെ അടുത്തെത്തി സ്വർഗ്ഗത്തെ കണ്ടു. വിശ്വാസികൾക്ക് വേണ്ടി, സ്വർഗാവകാശികൾക്ക് വേണ്ടി
സ്വർഗത്തിൽ ഒരുക്കി വെച്ച വലിയ സുഖാനുഭൂതികളെ, സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങളെ കണ്ടു. സുമ്മ ജാഅ ഫഖാൽ, അല്ലാഹുവിനോട് വന്നിട്ട് പറയാണ്, യാ റബ്ബ്, അല്ലാഹുവേ, വഇസ്സതിക്, നിന്റെ പ്രതാപം തന്നെ സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, ഈ സ്വർഗത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടാൽ എത്ര സുന്ദരമാണ് ആ സ്വർഗം, എത്ര അനുഗ്രഹപൂർണമാണ് ആ സ്വർഗം, എത്ര മനോഹരമാണ് ആ സ്വർഗം. സ്വർഗത്തിലെ ആളുകൾക്ക് വേണ്ടി റബ്ബേ നീ എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ സ്വർഗത്തെ കുറിച്ച് കേട്ടാൽ ആരാണ് അതിലെത്താതിരിക്കുക? ഒരാളും അത് ഒഴിവാക്കുകയില്ല. എന്ത് വില കൊടുത്തും അതിനെ ആ സ്വർഗത്തിലേക്ക് മനുഷ്യനെത്തും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം മനുഷ്യന്റെ മുന്നിൽ വെക്കാണ്. സുമ്മ ഹഫ്ഫഹാ ബിൽ മകാരിഹ്, അല്ലാഹു ആ സ്വർഗത്തെ ചില മനുഷ്യന് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് വലയം ചെയ്തു. നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഖുർആൻ ഓതണം, അദ്കാറുകൾ വേണം, അല്ലേ? ഇങ്ങനത്തെ കുറേ നന്മകൾ, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം, മാനുഷിക ബന്ധങ്ങൾക്ക് വില കൊടുക്കണം, നല്ല പെരുമാറ്റമാകണം, നല്ല സ്വഭാവമാകണം, അല്ലേ? കുറേ കാര്യങ്ങൾ ചുറ്റും ഇങ്ങനെ വലയം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ചെയ്തവനുള്ളതാണ് ഈ സ്വർഗം. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു എന്നാണ്, അല്ലാഹുവേ, അങ്ങനെയെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ, ഒരു മനുഷ്യനും ആ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ലേ എന്നെനിക്ക് ഭയം തോന്നുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തവർക്കാണോ സ്വർഗം? ഇതൊക്കെ നമ്മളാണ് പ്രഖ്യാപിക്കലാണ്. അപ്പൊ ഞാനൊക്കെ സ്വർഗത്തിലായിരിക്കും, അല്ലേ? ചില ആൾക്കാർ പറയാ, ഞാൻ ശിർക്കില്ലല്ലോ. ശിർക്കില്ലെങ്കിൽ മാത്രം സ്വർഗത്ത് പോകും, ശിർക്കില്ലെങ്കിൽ ശാശ്വതമായി നരകത്ത് പോകില്ല. നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കലാ, നമ്മൾ തീരുമാനം എടുക്കലാണ്. എന്നേക്കാൾ എത്ര മോശമായ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാം, അല്ലേ? രണ്ട് കമ്പാരിസണാ, രണ്ട് താരതമ്യം ഇസ്ലാം പഠിപ്പിച്ചു. ഒന്ന് മതത്തിന്റെ കാര്യത്തിലെ താരതമ്യം, അവിടെ മുകളിലേക്കാണ് നോക്കേണ്ടത്, താഴേക്കല്ല. നമ്മളെക്കാൾ നന്നായി ജീവിച്ച മനുഷ്യർ, നമ്മളെക്കാൾ നന്നായി ജീവിച്ച മനുഷ്യർ, അല്ലേ? ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, താബിഈങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ജിബ്രീലിന്റെ ഈമാനുണ്ട്, എനിക്ക് മീകായിലിന്റെ ഈമാനുണ്ട് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കുല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാവരും നിഫാഖിനെ പേടിച്ചിരുന്നു. ആര്? അബൂബക്കറും ഫിൽ ജന്ന എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു. പടച്ചോനെ, എന്റെ ഈമാൻ ശരിയായിട്ടില്ലേ? ഒരു പേടി ഉണ്ടായിരുന്നു. ഖുർആൻ ഓതുമ്പോ കരഞ്ഞിരുന്നു, നിസ്കരിക്കുമ്പോ ഭയപ്പെട്ടിരുന്നു, ഓതുമ്പോ കരഞ്ഞുകൊണ്ടല്ലാതെ ഓത്ത് തീർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉള്ളിൽ ഭയമാണ്, ഞാൻ സ്വർഗത്തിന്റെ ആളാകൂലേ എന്നുള്ള പേടിയാണ്. നമുക്കോ നമ്മളെല്ലാം സുരക്ഷിതരാണെന്ന് വിചാരിച്ചിരിക്കുക. ഇനി നോക്കൂ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നരകം സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു എന്നാണ്, ജിബ്രീലേ, നരകം പോയി കാണും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തിന്റെ അടുത്ത് ചെന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിനോട്, റബ്ബേ, ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലഹാ, ഈ നരകത്തെ കുറിച്ച് ഒരു മനുഷ്യൻ കേട്ടാൽ അയാൾ ഒരിക്കലും ഇതിലേക്ക് വരൂല. എന്തുമാത്രം ഭയാനകമാണ് നീ കുറ്റവാളികൾ ഒരുക്കി വെച്ച നരകം എന്ന് പറയുന്നത്. എന്ത് കഠിനമായ ശിക്ഷകളാണ് അതിനുള്ളത്. എന്ത് ഭീകരമാണ് നരകത്തിന്റെ അന്തരീക്ഷം, അല്ലേ? നരകത്തിലെ വെള്ളത്തെക്കുറിച്ച്, നരകത്തിലെ പാനീയത്തെക്കുറിച്ച്, നരകത്തിലെ അഗ്നിയെക്കുറിച്ച്, അതിന്റെ ചൂടിനെ കുറിച്ച്, അവിടുത്തെ പ്രയാസങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അവിടുത്തെ നരകാവകാശികളുടെ ദയനീയ വിലാപത്തെ സംബന്ധിച്ച് ഖുർആൻ എത്ര ആയത്തിലാ പറഞ്ഞ സഹോദരങ്ങളെ. പ്രവാചകന്റെ എന്തെല്ലാം ഹദീസുകളിലാണ് നമ്മൾ കാണുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയണേ, ഈ നരകം ആരെങ്കിലും കണ്ടാൽ, ഈ നരകത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടാൽ, അല്ലാഹുവേ, ആരാണ് ഈ നരകത്തിലെത്തുക? എന്തു വഴി കൊടുത്തും രക്ഷപ്പെടാനുള്ള മാർഗം അയാൾ കണ്ടെത്തൂലേ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനു ചുറ്റും ഇച്ഛകളെ കൊണ്ട്, ഹവയെ കൊണ്ട് പൊതിഞ്ഞു. മനുഷ്യന് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഷഹവാത്തുകൾ, മനുഷ്യന്റെ മനസ്സാഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? അതല്ലേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതം വിലക്കിയ കാര്യങ്ങൾ, തിന്മകൾ, അതിനെ കൊണ്ട് പൊതിഞ്ഞു. അല്ലാഹ് എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അത്തരം മനുഷ്യന്റെ മനസ്സിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരുന്നു. പറഞ്ഞു, ഇത് ചെയ്തോനൊക്കെ ഇതിലുണ്ടാവും. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കാൻ, പടച്ചോനെ, ഇതിൽ പ്രവേശിക്കാതെ ഒരു മനുഷ്യനും പോവുകയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇച്ഛകളുടെ അനുസരിച്ച് കാലൊപ്പിച്ചാൽ, എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, ഇതൊക്കെ കുറച്ച് വേണ്ടേ? ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാം? നമ്മൾ ഫുള്ളൊരു പള്ളിയിലാളാകണോ?
കുറച്ചൊക്കെ എങ്ങനെയും വേണ്ടേ അല്ലേ? നമ്മുടെ മനസ്സ് സ്വയം ന്യായീകരണങ്ങള് ഉള്ളിലിങ്ങനെ ഇട്ട് വരും. ശൈത്താൻ അതിന്റെ കൂടെ കൂടിത്തരും. നമ്മളിങ്ങനെ സ്വയം ന്യായീകരിക്കും. ഇതിനേക്കാൾ മോശമായ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗത്താണ് ദുനിയാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നബി പറഞ്ഞത് ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയ അതിനേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം അല്ലേ? ഒരു വീടുണ്ടെങ്കിൽ വീടിന് സൗകര്യം പോരല്ലോ എന്ന് ചിന്തിക്കുമ്പോ വീടില്ലാത്തവനെ കുറിച്ച് ചിന്തിക്കണം. ഒരു ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ ഒരു രോഗം വന്നാൽ കൈയില്ലാത്തവനെ കുറിച്ച്, കാലില്ലാത്തവനെ കുറിച്ച്, കണ്ണില്ലാത്തവനെ കുറിച്ച്, തല മാത്രം അനക്കാൻ കഴിഞ്ഞ് നമ്പരിക്കൊരു വിവാഹത്തിന്റെ സദസ്സിലേക്ക് കയറി ചെന്നു. ഒരു വിവാഹം അങ്ങനെ നടക്കുക. അപ്പൊ ഒരാളൊരു പിന്നെ കട്ടിലിൽ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കിടക്കുന്നു. വിവാഹത്തിന്റെ പിന്നെ വിവാഹ സദസ്സിന്റെ പന്തലിന്റെ മുന്നിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം ചെന്ന് ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് നമ്മുടെ ഒരു മനസ്സിലൊരു ഒരു സഹാനുഭൂതി ഉണ്ടാവുമല്ലോ. ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ കൈ നീട്ടി അടുത്തുള്ള ആളിന്റെ കൈ താഴ്ത്തി. അയാളുടെ തല മാത്രമേ ചലിക്കുള്ളൂ, സംസാരിക്കാൻ മാത്രമേ കഴിയൂ. നമുക്ക് എന്തു പരിമിതികളുണ്ടെങ്കിലും നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. അവിടെ നമ്മൾ മേലുള്ളവരിലേക്ക് നോക്കണം. ദീനിന്റെ കാര്യത്തിലോ നമ്മൾ താഴെയുള്ളവരിലേക്കാ നോക്കുക. ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ നോമ്പൊലിക്കലുണ്ടല്ലോ, ഇതുമില്ലാത്ത ആൾക്കാർ ഇവിടെ ഇല്ലേ? എന്നിട്ട് എല്ലാവിധ തോന്നിവാസങ്ങളുടെയും കൂടെ കൂടും. പൂർണ്ണമായും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമായിരിക്കും. അവിടെയാണ് നരകത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഹദീസ് പ്രസക്തമാകുന്നത്. അത്തരം ദേഹേച്ഛകളുടെ പിറകെ പോകുന്നവന്റെ ഇടമെവിടെയാണ്? നരകമായിരിക്കും. ഇച്ഛകൾക്കനുസരിച്ച് കാലൊപ്പിക്കുന്നവന്റെ ഇടം നരകമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സാവശ്യപ്പെടുന്നതോ നമ്മുടെ മനസ്സിച്ഛിക്കുന്നതോ അതിന്റെ കൂടെയല്ല, മറിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളുടെ ഒപ്പം നിൽക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ആരാധനാനിരതനായി ജീവിക്കാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഹിദായത്ത് തന്നെ പൂർണ്ണമാവുക. പ്രവാചകൻ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. സൂറത്ത് അൻകബൂത്ത് 69-ാമത്തെ ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരിയായ ദീനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നത്, അവർക്കാണ് നാം നേരായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക. പരമാവധി അള്ളാന്റെ മാർഗത്തിൽ നിൽക്കാൻ, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ, നന്മകളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദ് വർദ്ധിപ്പിച്ചു കൊടുക്കുക, പിന്നെ ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലഖ സുബ്ഹാനഹു വ തആല അൽ ഹിദായത ബിൽ ജിഹാദ്. ഒരു ഹിദായത്തിനെ അല്ലാഹു ജിഹാദുമായി ബന്ധപ്പെടുത്തി. അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവുമായി ഹിദായത്തിനെ അല്ലാഹു കണക്ട് ചെയ്തു. അതെത്ര നമ്മൾ ത്യാഗം ചെയ്യാൻ സന്നദ്ധനാണോ അത്ര നമുക്ക് അല്ലാഹു ഹിദായത്ത് കൂട്ടിത്തരും. എത്ര നമ്മൾ ഊരിപ്പോരാനും ഒഴിഞ്ഞു മാറാനും ശ്രമിക്കണ്ടോ പടച്ചു നമ്മളെങ്ങനെ കൊണ്ടുപോകും, ദൂരെ ദൂരെ കൊണ്ടുപോകും. നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ രക്ഷപ്പെട്ടു പോവാന്നാണ്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവരറിയാതെ നമ്മൾ അവർക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കും. എത്ര പോകും നോക്കാണ്. പണ്ടാരോ പറഞ്ഞു പള്ളിയിൽ കുളിച്ചിട്ട് വരുന്നില്ല. എന്നിട്ട് അയാൾ തന്നെ പറയണേ, എന്താ വരാത്തെന്നറിയോ? ചില ആൾക്കാർക്ക് ചെറിയ നെഞ്ചുവേദന വന്നാ ഡോക്ടറെ അടുത്ത് പോകൂല. ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ കുറെ പഥ്യം പറയും, അത് കഴിക്കരുത്, ഇത് കുടിക്കരുത്, രാവിലെ നടക്കണം. അപ്പൊ അത് പേടിച്ചിട്ട് എന്താണ് ഇതിലേക്കൊന്നും. കുറെ ആൾക്കാർ അങ്ങനെയാണ്, ദീനുമായി അടുക്കാൻ പേടിയാണ്. അതിപ്പോ അടുത്ത എല്ലാ നേരം പള്ളിയിലെത്തണം, ആ മറ്റേ പരിപാടിയിൽ പങ്കെടുക്കണം, പിന്നെ എനിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റൂല, എനിക്ക് പിന്നെ മറ്റത് ഒഴിവാക്കണം. ആർക്കു വേണ്ടിയാണ് സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത്? ആരെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ജീവിക്കുന്നത്? അള്ളാനെ പ്രീതിപ്പെടുത്താനല്ലേ പടച്ചോൻ ഈ ജീവിതം നമുക്ക് തന്നത്. അവിടെ നമുക്ക് എന്ത് ത്യാഗത്തിന് നമ്മൾ സന്നദ്ധനാകണ്ടേ? ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് അല്ലേ? അങ്ങനെയുണ്ട്. ദീനിന്റെ കൂടെ നടന്നപ്പോ നഷ്ടബോധം ഉണ്ടാകുന്നുണ്ടോ നമുക്ക്? എല്ലാവരും ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുള്ള ചില ഉദാഹരണങ്ങളാ. ബുള്ളറ്റ് എടുത്ത് കാശ്മീരിൽ പോണു, വിനോദയാത്ര തെറ്റൊന്നുമല്ല അല്ലേ? നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്നു പലരും, അങ്ങനെ ആഘോഷിക്കുന്നു, ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നു. എനിക്കതൊന്നുമില്ലല്ലോ. ഒരു നഷ്ടബോധാണ്. അല്ല, നമ്മളാണ് ലാഭം കൊയ്തവർ, നമ്മളാണ് ലാഭം നേടിയവർ.
നമുക്ക് ഈ വക ഇവിടെ നടക്കുന്ന ട്രെൻഡുകളിൽ നിന്ന് മാറി നിൽക്കാൻ, മതവിരുദ്ധമായ ജീവിത ശൈലിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഏതൊക്കെയോ സിനിമാ സ്റ്റാറുകളും സ്വതന്ത്രവാദികളും അവരിങ്ങനെ മനോഹരമായി പൊലിപ്പിച്ച് അവതരിപ്പിക്കുന്ന വൃത്തികെട്ട അരാജകത്വത്തിന്റെ അധാർമികതയുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഭാഗ്യവാന്മാർ, നമ്മളാണ് ലാഭം കൊയ്തവർ. അള്ളാഹു നമ്മുടെ അത്തരം ജീവിതം സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ട് ജീവിക്കുമ്പോ അതെങ്ങനെ സാധ്യമാകാമെന്നതിന്റെ ഒരു 7 പോയിന്റുകൾ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നെന്തറിയോ, എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുക? എങ്ങനെയാണ് മനസ്സിൽ തെറ്റു ചെയ്യണമെന്ന ചിന്തയുണ്ടാകുമ്പോ, മനസ്സിന്റെ ഉള്ളിൽ ദേഹേച്ഛ നമ്മളെ വൃത്തികേടുകളിലേക്ക് കൊണ്ടുപോകുമ്പോ, നമ്മുടെ മനസ്സിന്റെ ശഹവാത്തുകൾ നമ്മളെ തോന്നിവാസങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പിടിച്ചിക്കാൻ പറ്റുക? ഒന്ന്, അള്ളാഹുവുമായി ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. പടച്ചോനായിട്ടുള്ള ബന്ധം വേറിട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം, അത് പടച്ചോനോടുള്ള സംസാരം. എന്തു വില കൊടുത്തും മിക്കവാറും ആളുകൾ അത് ശ്രദ്ധിക്കുന്നവരായിരിക്കും അല്ലേ? നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം എന്താണ്? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുക. അത് പടച്ചവനോടുള്ള ഏറ്റവും വലിയ ബന്ധമാണത്. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കണക്ഷൻ എവിടെയാണ്? ഒരാൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹിനോട് മുനാജാത്ത് നടത്തുക, അള്ളാഹിനോട് സംഭാഷണം നടത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ കയ്യെട്ടിട്ടേ ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹിന് മറുപടി പറയുന്നത്, എന്റെ റബ്ബൻ എന്റെ അടിമയെ സ്തുതിച്ചു. അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ അല്ലേ, ഓരോ ആയത്തിനും എന്റെ അടിമ എന്നെ വാഴ്ത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ അല്ലാഹ് പറയുന്നതാണ്, ഇതെനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. പടച്ചോനെ, എന്നെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, സഹായം തേടുള്ളൂ എന്ന് പറയുമ്പോ ഇതെനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. ഇനി എന്താണോ അവൻ ചോദിക്കുന്നത് ഞാൻ അവൻക്കത് കൊടുക്കും. നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുമ്പോ അള്ളാഹ് നമ്മളോട് തിരിച്ചു സംസാരിക്കുന്നത്. അള്ളാഹുവായിട്ടുള്ള ഒരു ബന്ധമാണ് സുഹൃത്തുക്കളെ. അത് ആ പ്രാർത്ഥനയും അർത്ഥമൊക്കെ മനസ്സിലാക്കി അവിടെ മനസ്സറിഞ്ഞാൽ നിസ്കരിച്ചാണ്ടല്ലോ ആ ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റും. ഇതിന് വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. രണ്ടാമത്തെ എന്തറിയോ, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, ഒരു തദബ്ബുറോട് ഖുർആൻ ഓതുക. ഖുർആൻ പലതരത്തിലോതാം. എങ്ങനെ ഓതിയാലും ഖുർആൻ ഓതിയ കൂലിയുണ്ട്, അർത്ഥം അറിയാതെ ഓതിയാലും കൂലിയുണ്ട്, തപ്പിത്തടഞ്ഞു ഓതിയാലും കൂലിയുണ്ട് അല്ലേ? ഒരാളെ കുറിച്ച് നബി പറഞ്ഞു, ഒരു മനുഷ്യനെ പ്രയാസപ്പെട്ടു ഓടാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞു ഓതുകയാണ്, അയാൾക്ക് 2 കൂലി കിട്ടുന്നതാണ്. എന്താ കാരണം? അയാളുടെ ആഗ്രഹത്തിനാണ് കൂലി, മനസ്സിനാണല്ലോ കുറച്ച് കൂലി കൊടുക്കുന്നത്. പക്ഷേ തദബ്ബുറോടുകൂടി ഖുർആൻ ഓതുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഹിദായത്തിനെ സ്വാധീനിക്കുക. എന്താ തദബ്ബുർ എന്ന് പറഞ്ഞാൽ? അതിന്റെ ആശയം മനസ്സിലാക്കി, അതിന്റെ അർത്ഥം അറിഞ്ഞ് അല്ലേ? അത് എന്താണ്? നബി എങ്ങനെ ഖുർആൻ ഓതിയിരുന്നത്? നബി ഖുർആൻ ഓതുമ്പോ നരകത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹിനോട് കാവലിനെ ചോദിക്കുന്നതാണ്, പടച്ചോനെ എന്നെ നിന്ന് കാത്തു രക്ഷിക്കണേ എന്ന്. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. നബി ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ കൂടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. ആണ് മഹാനായ മുജാഹിദ് റഹ്മഹുല്ലാ, താബികളിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. ആ പൗരാണികരായ ഏതൊരു മുഫസ്സിർ എടുത്താലും ആയത്തുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഖാല മുജാഹിദ് കൊടുക്കാറുണ്ട്. മുജാഹിദ് റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ പറഞ്ഞാൽ ഉലൂമു തഫ്സീറിലേക്ക് പോയാൽ അതിന് ഭയങ്കര സ്ഥാനമാണ്. കാരണം എന്താ അറിയോ? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിലെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവ്, അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് 2 തവണ ഞാൻ ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ട്. 2 തവണ ഞാൻ ഖുർആൻ എങ്ങനെ ഓതിയത്? വഖിഫുഹു ഇൻദ കുല്ലി ആയത്തി, ഓരോ ആയത്ത് ഓതിയാലും ഞാനത് നിർത്തും. ഇവിടെ അദ്ദേഹത്തോട് അതിന്റെ തഫ്സീർ ചോദിക്കും. എല്ലാ ആയത്തിനും അദ്ദേഹം എനിക്ക് തഫ്സീർ പറഞ്ഞു തന്നു. ഒരായത്തിനെ കുറിച്ച് പോലും ഇതിന് തഫ്സീർ ഇല്ല, ഇത് മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി എന്നോട് ഇബ്നു അബ്ബാസ് പറഞ്ഞില്ല. അങ്ങനെ 2 തവണ ഞാൻ ഓതിന. ഓരോ ആയത്തിനും ഒരാശയമുണ്ട്, ഓരോ ആയത്തിനും ഒരു തലമുണ്ട്. ഓരോ ആയത്തിലൂടെയും അള്ളാഹു നമ്മോട് സംസാരിക്കുന്നുണ്ട്, റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളുണ്ട്, അള്ളാഹു നമുക്ക് നൽകുന്ന താക്കീതുകളുണ്ട്, അള്ളാഹു നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളുണ്ട്. അത് ആസ്വദിച്ചോതാൻ സാധിക്കണം. അവിടെ നമ്മളെ കിയച്ചല്ലൊക്കെ പ്രാധാന്യം അർഹിക്കുന്നത്. എല്ലാ ഞായറാഴ്ച ഇവിടെ ക്ലാസ് ഉണ്ട് അല്ലേ? നമ്മളതിന്റെ ഒരു ഭാഗമാകണം. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഖുർആൻ പഠിക്കാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ. അപ്പൊ അത് മനസ്സിലാക്കുമ്പോഴാണ് തദബ്ബുറോട് കൂടി ഖുർആൻ ഓതാൻ സാധിക്കുക. 3ാമത്തെ നോമ്പാണ്. റമദാനിലും അല്ലാത്ത കാലങ്ങളിലും സുന്നത്ത് നോമ്പുകളിലൂടെ കടന്നു പോകുക. എന്താ? നമ്മുടെ മനസ്സിന്റെ ദേഹേച്ഛയെ നിയന്ത്രിക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന സംഗതിയാണ്.
3-4 കാര്യങ്ങൾ കൂടി രണ്ടാം ഖുതുബയുടെ ബാക്കി ഭാഗത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ പള്ളിയുടെ പരിപാലന ഫണ്ടിലേക്കുള്ളതാണ്. പരമാവധി റമളാനിലെ സദഖകളുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു സഹോദരൻ 2 കിഡ്നികൾക്കും പ്രയാസം ബാധിച്ച ഒരാൾ പുറത്ത് അദ്ദേഹം നിൽക്കുന്നുണ്ടാകും. അദ്ദേഹത്തെയും കഴിയുമെങ്കിൽ സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സക്കാത്ത് സെല്ല് സംവിധാനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഈദ് കിസ്വ സംവിധാനമുണ്ട്. എല്ലാ ആഴ്ചയും പലതരത്തിലുള്ള കളക്ഷനുകൾ പറയുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, പലതരത്തിലുള്ള നന്മയുടെ അവസരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്നവരെല്ലാം അതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിനോട് നടത്തുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. ആ ജിഹാദ് പരിശീലിക്കാവുന്ന, ആ സമരത്തെ ദേഹേച്ഛയോട് നടത്തുന്ന യുദ്ധത്തെ പരിശീലിക്കാവുന്ന ഒരു വലിയ സന്ദർഭവും അവസരവുമാണ് പരിശുദ്ധ റമളാൻ വ്രതാനുഷ്ഠാന കാലം എന്നതാണ്. അതിലേക്ക് നമുക്ക് എങ്ങനെയാണ് നമുക്കതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് അള്ളാഹുവുമായുള്ള ബന്ധം നിലനിർത്തുക. അതിൻ്റെ ഏറ്റവും നല്ല വഴി നമസ്കാരമാണ്, അതോടൊപ്പം പ്രാർത്ഥനകളാണ്. രണ്ടാമത്തെ മാർഗം അർത്ഥം മനസ്സിലാക്കി ആശയമറിഞ്ഞ്, ഇനി നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ ഒരു സമയമെങ്കിലും ഞാൻ കഴിഞ്ഞ ഒരു നോമ്പിന് മുസമീൽ എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ റമളാൻ പ്ലാനർ, ഡെയിലി പ്ലാനർ, ഖുർആനിലെ പിന്നെ അർത്ഥം മനസ്സിലാക്കിയത് എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. അത് നോക്കി ഓതാനൊക്കെയുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. അങ്ങനത്തെ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ആശയം വായിച്ച് അതിൻ്റെ കൂടെ പോകാനും സാധിക്കും. മൂന്നാമത്തെ കാര്യം നോമ്പാണ് പറഞ്ഞത്. നോമ്പ് റമളാനിലെ വ്രതാനുഷ്ഠാനത്തിന് പുറമെ സുന്നത്തായ നോമ്പുകൾ ഇടക്കിടക്ക് എടുക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും അള്ളാഹുവിൻ്റെ ഹിദായത്തിൽ നിലനിർത്താനും സാധിക്കുമെന്നുള്ളതാണ്. നാലാമത്തെ ഒരു പോയിന്റ് എന്താ അറിയോ? മുഹാസബത്തുൻ നഫ്സാണ്. നമ്മളൊരു ആത്മവിചാരണ നടത്തുക. ഇടക്കിടക്ക് നമ്മളോട് തന്നെ ചോദിക്കുക, പടച്ചോനെ ഉറങ്ങാൻ കിടക്കും, ഇന്ന് എന്തൊക്കെ നന്മ ഞാൻ ചെയ്തു, ഇന്ന് എന്തൊക്കെ തെറ്റ് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ നന്മയുടെ തട്ടിലേക്ക് എന്തൊക്കെ ഞാൻ സമ്പാദിച്ചു, തിന്മയുടെ തട്ടിലേക്ക് എന്തൊക്കെ വന്നുപോയി. അപ്പൊ നമുക്ക് തൗബ ചെയ്യാൻ പറ്റും അല്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നാളെ പരലോകത്ത് നിങ്ങളൊരു വിചാരണക്ക് വിധേയമാക്കും, അതിനു മുമ്പ് നിങ്ങളൊരു സ്വയം വിചാരണക്ക് തയ്യാറാവും. നമ്മൾ ഓരോരുത്തരും ഒരു ആത്മവിചാരണക്ക് തയ്യാറാവും അല്ലേ? പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അവസാനിക്കാൻ പോവുക. കഴിഞ്ഞ ദിവസങ്ങളെ നമ്മളൊന്ന് അവലോകനം ചെയ്യണം. എന്തു നേടി, എന്ത് നഷ്ടമായി? ഇവിടെയും എനിക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ദൗർഭാഗ്യവാനായി നമ്മൾ മാറിയിട്ടുണ്ടോ? ഫോണിനെപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലേ? ഇപ്പോഴും ആ സാധാരണ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? ഇപ്പോഴും നിസ്കാരം ചിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ലേ? ഇത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ടൊരു ആത്മവിചാരണ എന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? മുഖാലഫത്തുൽ ഹവ. നമ്മുടെ തെറ്റിലേക്ക് നയിക്കുന്ന ഇച്ഛയുടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക, ഇച്ഛകളിൽ നിന്ന് അകലം പാലിക്കുക. നമ്മളെ ഒരു മനുഷ്യൻ എപ്പോഴും അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഉടനെ നമ്മൾ സഹവസിക്കുന്നത് ആരോടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ആരുമായി, ഇത് 2 പോയിന്റാണ്. ഒന്ന്, നമ്മൾ ഒരാളെ കൂടെ കൂടുമ്പോ ഒരു ലഹരിയുടെ ആളായി നമ്മൾ മാറുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ കൂടെ കൂടുമ്പോ നമ്മുടെ നമസ്കാരം നഷ്ടപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളുടെ കൂടെ കൂടുമ്പോ നമ്മുടെ വായിൽ നിന്ന് തോന്നിവാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം. വളരെ നല്ല ഭാഷയിൽ പതുക്കെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ. അത് ഞാൻ അയാളെ നേരാക്കാൻ വേണ്ടി ഇനിയും തുടരാന്ന് ചിന്തിച്ചാൽ വളരെ ലളിതമായൊരു ഉദാഹരണം എല്ലാവരും പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരോഗ്യം പകരൂല, രോഗമാണ് പകരുക.
നല്ല സ്വഭാവം പെട്ടെന്ന് പകരൂല. നമ്മൾ ദഅവത്ത് നടത്തി പറഞ്ഞു ബോധ്യപ്പെടുത്തി ഉണ്ടാക്കണം, അത് ചെയ്യാം. പക്ഷേ ചീത്ത സ്വഭാവം വളരെ വേഗത്തിൽ പകരും. അതുകൊണ്ട് ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്നറിയോ, സുഹബത്തു സ്വാലിഹീൻ, 5 നേരം പള്ളിയിൽ പോണ, ദീനിനോടൊപ്പം ജീവിക്കുന്ന, മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ദീന് പഠിക്കുന്ന, ദഅവാരംഗത്ത് സജീവമായി നിൽക്കുന്ന ഈ മതസംഘടനാ കൂട്ടായ്മകളുടെ ഒരു പ്രസക്തി അവിടെയാണെന്നാണ്. ഒരു സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കലേ ഞാൻ, മറിച്ച് നമ്മളൊരു സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ പള്ളി കമ്മിറ്റി എടുക്കുക, ഇനി സംഘടന മാറ്റി വെക്കുക, പള്ളി കമ്മിറ്റി എടുക്കുക. നിങ്ങൾ ഈ പള്ളിയുടെ കമ്മിറ്റിയുടെ ഭാഗം, മദ്രസ കമ്മിറ്റിയുടെ ഭാഗമാകി ഒരാഴ്ചയിൽ ഒരു യോഗം ചേരാൻ, അത് ക്ലീൻ ചെയ്യാൻ, അത് വൃത്തിയാക്കാൻ, അത് അവിടെ നടക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് ചർച്ച, ഇതിനൊക്കെ നമുക്ക് അവസരം ഉണ്ടാവും. ഇല്ലെങ്കിലോ നമ്മളൊരു വിമർശകൻ മാത്രമായിരിക്കും. സെക്രട്ടറിനെ വിമർശിക്കുന്നവൻ, പ്രസിഡന്റിനെ വിമർശിക്കുന്നവൻ, ഇമാമിനെ വിമർശിക്കുന്നവൻ, ഖത്തീബിനെ വിമർശിക്കുന്നവൻ, അല്ലേ, പിന്നെ പള്ളി കമ്മിറ്റി വിമർശിക്കുന്നവൻ. അവിടെ എന്തുണ്ടെങ്കിലും പരാതിക്കാരനാണ് നമ്മൾ പരാതിക്കാരനാണ്. ഒന്നും നമുക്ക് ചെയ്യാല്ല. പറഞ്ഞത് നല്ല മനുഷ്യരുമായി സഹവസിക്കുക, അതോടൊപ്പം മരണത്തെ ഓർക്കുക. 7ാമത്തെ കാര്യം മരണത്തെ ഓർക്കുക. എല്ലാ കാലവും ജീവിക്കാൻ വന്നവരല്ല നമ്മൾ, മരണം വരും. പ്രവാചകന്റെ വല്ലാത്തൊരു പ്രയോഗമാണത്. ആസ്വാദനങ്ങളെ മുഴുവൻ അടിച്ചു തകർത്തു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാ പ്രവാചകൻ പറഞ്ഞു. ഒരു ദിവസം നമ്മൾ ഈ ലോകത്തോട് വിട പറയും, അല്ലേ? കഴിഞ്ഞൊരു 10 ദിവസങ്ങൾ എടുത്തു നോക്കി, എത്ര ജനാസക്ക് സാക്ഷിയായി. കഴിഞ്ഞൊരു മാസം എടുത്തു നോക്കിയാൽ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ 10ഓളം ജനാസ വാർത്ത കേൾക്കുകയോ സാക്ഷിയാവുകയോ ചെയ്തു. എൻ്റെ ചുറ്റുമുള്ള പരിസരത്തുള്ള അറിയാവുന്ന. നമ്മള് ആ മയ്യത്തിനെ കാണാൻ പോയി, അല്ലേ? 3 തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞത് നമ്മൾ കണ്ടു. മയ്യത്തിറക്കുമ്പോ വീട്ടിൽ നിന്ന് ചില തേങ്ങലുകൾ നമ്മൾ കേട്ടു. കബറടക്കുമ്പോ ആ കബറിന്റെ ഓരത്ത് നിറഞ്ഞ കണ്ണുകളോടെ മക്കൾ, അല്ലേ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ സഹോദരങ്ങൾ നിൽക്കുന്ന നമ്മൾ കണ്ടു. ആലോചിച്ചു, ആ മയ്യത്തിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ? ആ 3 തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ ബോഡി എന്റേതാണെങ്കിലോ, നമ്മുടേതാണെങ്കിലോ? ഉള്ളിൽ നിന്ന് കേൾക്കുന്ന തേങ്ങൽ നമ്മുടെ പ്രിയപ്പെട്ടവളുടേതാണെങ്കിലോ? കബറിന്റെ അടുത്ത് നിന്ന് കണ്ണുനീർ വാർത്ത ആ കുട്ടി നമ്മുടെ ചോരയിൽ പിറന്ന മക്കളാണെങ്കിലോ? സഹോദരങ്ങളെ, എല്ലാം അവസാനിക്കും. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കും. നമ്മൾ ഇടക്കിടക്ക് അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഇടക്കിടക്ക് നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരണം. എങ്കിലേ നമ്മുടെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ട് നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ ഹിദായത്തിൽ നിലനിൽക്കുന്ന മഹാഭാഗ്യവാന്മാരെ, ദേഹേച്ഛകളിൽ നിന്ന് മാറി നിന്ന് പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന സൽവൃദ്ധരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളെയും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത, ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ. ഇടയ്ക്ക് വരാറുള്ള ഒരു സഹോദരനെ സംബന്ധിച്ച് ആശുപത്രിയിലാണ്, കുറച്ച് പ്രയാസകരമായ ടെസ്റ്റുകൾക്കൊക്കെ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണാരോഗ്യത്തോടെ നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങൾ, അവിടെ നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ്. അല്ലാഹു അവർക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.